സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത്. അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളല്ലേ ശൈലജ ടീച്ചർ? ഏറ്റവും കൂടുതൽ അധിക്ഷേപം, അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ? എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം, മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കത്, പോരാളി ഷാജി, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ്. നമസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിമർശിക്കാനുള്ള അവകാശത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുന്നവർ ആണ് ഇടതുപക്ഷക്കാർ. എന്നാൽ ആ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കുറിച്ചാകണം എന്ന് മാത്രം. വിമർശനങ്ങൾ തങ്ങൾക്ക് നേരെയായാൽ വിമർശിക്കുന്നവർ വിവരദോഷികളായി മാറും. ഇപ്പോഴിതാ ഇടത് സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇടത് അനുകൂലം എന്ന് കരുതുന്ന സൈബർ ഗ്രൂപ്പുകളെ വിലയ്ക്ക് വാങ്ങി എന്നാണ് ആക്ഷേപം. ചെങ്കോട്ട, ചെങ്കത്, പോരാളി ഷാജി എന്നിവയെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വിമർശനം. ഈ ഗ്രൂപ്പുകൾ വഴി CPIM വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്നും അണികൾ പലപ്പോഴും ഇത് വിശ്വസിക്കുന്നു എന്നുമാണ് ജയരാജൻ പറഞ്ഞത്. എതിരാളികൾക്ക് നേരെ എത്ര തരം താണപ്രചരണം നടത്തുമ്പോഴും എന്തുകൊണ്ടാണ് ഇവർ ഇതുവരെയും നിശബ്ദരായിരുന്നത്? തിരിഞ്ഞുകൊത്തും ആ നിശബ്ദത എന്നതുകൊണ്ടും ആസ്വാദനം കൊണ്ടും എന്നറിയാമായിരുന്നിട്ടും ഈ പോരാളികളെ ഇതുവരെ വളർത്തിയത് ആരാണ്? കടന്നൽ കൂട്ടം തിരിച്ചു കുത്തിയോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അർജുൻ മാധവൻ, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനൽ പ്രതിനിധി, ശ്രീ വാഹിദ് നാട്ടിക ഇടത് സൈബർ അനുഭാവി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ് എന്നിവർ ആണ്. ഞാൻ അർജുനിൽ നിന്ന് ആരംഭിക്കുകയാണ്. അർജുൻ, ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. സമൂഹ മാധ്യമങ്ങളിൽ വളരെ കുറച്ചു മാത്രം സമയം ചെലവഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അതൊരു പോരായ്മയാണ് എന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം പറയാറുണ്ട്. ഒരു പരിധിവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും കാമ്പില്ലാത്ത രചനകൾ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെയും എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഏറ്റവും മോശമായ ഭാഷ പ്രയോഗിക്കാനും ഒക്കെയുള്ള ഇടമായി മാറുന്നു എന്ന തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ തലച്ചോറിനെ, എൻ്റെ മസ്തിഷ്കത്തെ ഞാൻ എന്തിനു വേണ്ടി ഇത്രയും സഹിക്കണം എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സമൂഹ മാധ്യമം എന്നത് ലോകത്തെ മുഴുവൻ ബന്ധപ്പെടുത്താവുന്ന പ്ലാറ്റ്ഫോം ആണ് എന്നതിലൊന്നും തർക്കമില്ല. എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് സമൂഹ മാധ്യമത്തിൽ ഉള്ളത്, ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ. അതിലാകട്ടെ അധികവും രാഷ്ട്രീയ അതിപ്രസരമാണ് ഞാൻ കാണാറുള്ളത്. അത് രാഷ്ട്രീയമല്ല, മറിച്ച് അന്ധമായ കക്ഷി രാഷ്ട്രീയമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പരിധിവരെ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബന്ധുക്കളും ആയിട്ടുള്ള യുവജനത വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട് ഞാൻ.
അതുകൊണ്ട് തന്നെ ശ്രീ MV ജയരാജൻ്റെ വാക്കുകളെ ഞാൻ തള്ളിക്കളയുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോർഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമൂഹ മാധ്യമങ്ങളെ വിലക്കെടുക്കുക എന്നത് അസാധ്യമായ ഒന്നൊന്നുമല്ല. ഞാനിപ്പോൾ ഈ അർജുൻ സമൂഹ മാധ്യമത്തിലും സജീവമായ ഒരാളാണ്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അർജുൻ്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോഴൊക്കെ അതിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം അർജുനുണ്ട്. ആ രാഷ്ട്രീയം എന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതായാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് BJPയോട്. അർജുൻ യഥാർത്ഥത്തിൽ ഈ BJPയുടെ അംഗമോ നേതാവോ ആണോ? ഞാൻ ഇതുവരെ ഏതായാലും അംഗമോ നേതാവോ അല്ല. അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേക്കത് വായിച്ചപ്പോൾ അങ്ങനെ തോന്നിക്കാണാം. ഞാൻ അതിനോട് ഡിസ്പ്യൂട്ടൊന്നും പറയുന്നില്ല. ഏതായാലും ഇതുവരെ ഞാൻ എവിടെയും അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയല്ല ഞാൻ പണിയെടുക്കുന്നതും. അത് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങാം. റൈറ്റ്. അപ്പം അങ്ങനെയെങ്കിൽ എൻ്റെ സംശയം, അർജുൻ്റെ പോസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ അർജുൻ ഒരു BJPക്കാരനല്ല എന്ന് പറയുന്നു. അതായത് സംഘപരിവാർ സംഘടനകളിലൊന്നും അർജുൻ അംഗമല്ല, അല്ലേ? അല്ല. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ എന്തു വികാരമാണ് ഈ BJP അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ തരത്തിലൂടെ കടന്നു പോവുക എന്നത് എന്തിന്റെ ആഗ്രഹമാണ്? എന്താണ് അർജുനെ അതിന് പ്രേരിപ്പിക്കുന്നത്? പറയാം. അത് അങ്ങേക്ക് തോന്നിയ ഒരു തോന്നലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. അതിനോട് ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ വിഷയത്തിലോട്ട് വരാം. ഓക്കെ. ആദ്യത്തെ കാര്യം, MV ജയരാജൻ ഈ പ്രസ്താവന നടത്തിയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇടതുപക്ഷത്തിന് കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള 2ാം തവണയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പാർട്ടി യോഗത്തിനൊക്കെ പോകുമ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ ചോദിക്കും, സഖാവേ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതമായി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരിക്കലും MV ജയരാജനെ പോലെയുള്ള ഒരു വ്യക്തിക്ക്, കണ്ണൂരിലെ പാർട്ടിയാണ് MV ജയരാജൻ ഉൾപ്പെടുന്ന ആളുകൾ, അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഈ പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള വിപ്രതിപത്തിയാണ് ഇതിൽ ഒരു കാരണമെന്ന് പറയാനോ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷാണ് ഇതിന് ഉത്തരവാദി എന്നോ ഒരു സ്റ്റേജ് കെട്ടി MV ജയരാജന് പ്രസംഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ലളിതമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവരോട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, ഇവരോടൊരു കാരണം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സമൂഹ മാധ്യമ പ്രൊഫൈലുകളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവർ കാരണമാണ് നമുക്ക് ഈ തിരിച്ചടി ഉണ്ടായത് എന്ന് കുറച്ചു പേരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. ആ ഒരു ശ്രമം മാത്രമാണിത്. പിന്നെ ഈ CPMന് ഒപ്പം നിൽക്കുന്ന ആളുകളെ, അനുകൂലിക്കുന്ന ആളുകളെ വിശ്വാസമില്ലെങ്കിൽ, പണിയെടുത്ത് വെള്ളം കോരിയും വിറക് പൊട്ടിയും നിന്ന ആളുകളെ വിശ്വാസമില്ലെങ്കിൽ നമുക്കാർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. നോക്കൂ, ഇവിടെ അഭിലാഷ്, നിങ്ങളത് കണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ വൈകുന്നേരം പോരാളി ഷാജിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് 1-2 വരി ഞാൻ വായിക്കാം. ശരി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല. അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ്. കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓംബ്രാ വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ. ജനമെല്ലാം കണ്ടു, അതാണ് 19 8 നിലയിൽ പൊട്ടിയത്. ഇങ്ങനെ പോകുന്നു പോരാളി ഷാജിയുടെ പോസ്റ്റ്. അപ്പോൾ ഈ പോരാളി ഷാജിയെ മറ്റാരും വിലക്കെടുത്തിട്ടില്ല എന്നാണ് അർജുൻ പ്രതീക്ഷിക്കുന്നത്? ഇല്ല. ഒരു രണ്ട് വരി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അല്ല, നിർത്താൻ പറ്റില്ല, എനിക്ക് ഇനിയും സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാനത് പറയട്ടെ. ശരി. അതായത് അപ്പോൾ ഈ പോരാളി ഷാജി പോലെയുള്ള ഒരു സമൂഹ മാധ്യമ പേജ് CPM പോലെ ഇത്രയും ശക്തമായി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയെ 5 മണിക്കാണ് ഈ പോസ്റ്റ് ഇടുന്നത്. 5 മണിക്ക് ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷവും CPM പോലെ ഒരു പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഇവരുടെ ഭാഷ്യം കടമെടുക്കുകയാണെങ്കിൽ ഞങ്ങളുമായി പുലബന്ധമില്ലാത്ത സമൂഹ മാധ്യമങ്ങൾ പേജുകളാണ് ഇവയെങ്കിൽ, ഇത്രയും ഈ ആഭ്യന്തരം, ഇന്റലിജൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കയ്യിൽ ഉണ്ടാകുമ്പോഴും ഇതുപോലെയുള്ള സൈബർ ഗുണ്ടകളെ, സൈബർ ഇടത്തിലെ ഇതുപോലെയുള്ള ഇവർ പറയുന്ന പോരാളികളെ നിലയ്ക്ക് നിർത്താൻ CPMന് കഴിയില്ലെങ്കിൽ പോരാളി ഷാജി ഈ പോസ്റ്റിൽ പറഞ്ഞതുപോലെ പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചൂപ്പിച്ച ഈ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്ക് എന്ന് പോരാളി ഷാജി പറഞ്ഞ വാക്യം എനിക്ക് കടമെടുക്കേണ്ടതായിട്ട് വരും. റൈറ്റ്. പക്ഷേ എപ്പോഴും ഞാൻ എൻ്റെ ചോദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. അർജുന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇടപെട്ടില്ല. ഇതാണ് പോരാളി ഷാജിയുടെ നിലപാട്. അർജുനും ഇത്തരത്തിൽ, അല്ലെങ്കിൽ പോരാളി ഷാജിയുടെ ഭാഷ കടമെടുക്കുന്നു എന്നുള്ളതല്ല, അർജുന്റെ പോസ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ അതിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്. അപ്പോൾ അർജുനെയും ആരും വിലക്കെടുത്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അർജുൻ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടാൻ പ്രേരിതനാകുന്നത്? 2 കാര്യങ്ങൾ ഞാൻ പറയാം. എന്നെ ആരും വിലക്കെടുത്തിട്ടില്ല. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്നിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിക്കുന്നത്
എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഞാനത് ചോദിക്കാൻ കാരണമുണ്ട് അർജുൻ. അതായത് എം വി ജയരാജൻ ഒരു പ്രസംഗ വേദിയിൽ പബ്ലിക്കായി ഇത് പറഞ്ഞു. ഇതിനു മുമ്പ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അദ്ദേഹം ശ്രീജിത്ത് പണിക്കരെ കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം നടത്തി കഴിഞ്ഞു. ശ്രീജിത്ത് പണിക്കർ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്, ടെലിവിഷൻ ചർച്ചകളിൽ സജീവമാണ്. അദ്ദേഹവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ BJP അടക്കം ചർച്ചയ്ക്ക് വരാൻ തയ്യാറാകാത്ത വിഷയങ്ങളിൽ പോലും ചർച്ചയിൽ പങ്കെടുക്കാറുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തെ അല്ല, മറിച്ച് നരേന്ദ്രമോദിയുടെ പോളിസികളെ, ഒരുപക്ഷെ കേരളത്തിലെ വലിയൊരു ജനത തെറ്റ് എന്ന് പോലും നിരീക്ഷിക്കുന്ന പോളിസികളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടടക്കം വിശദീകരിക്കാറുണ്ട്. അദ്ദേഹത്തെയും BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് എന്റെ സംശയം എന്നത്, അപ്പോൾ അത്തരം വിമർശനങ്ങൾ താങ്കൾ പറയുന്നത് പോലെ തന്നെ പോരാളി ഷാജിമാർ എങ്ങനെ പെരുമാറുന്നു അതിന് സമാനമായ തരത്തിൽ അല്ലേ താങ്കളുടെയും അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരുടെയും ഒക്കെ നിരീക്ഷണങ്ങൾ നോക്കി കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇത്രയും കാലം ഇപ്പൊ ഞാൻ പറയട്ടെ, ശ്രീജിത്ത് പണിക്കരെ നിങ്ങൾക്കാണ് ആവശ്യം, ചാനലുകൾക്കാണ് ആവശ്യം. ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തിയെ നിരന്തരമായി ചാനൽ ചർച്ചകളിൽ ഉള്ളത്, ആവശ്യമുള്ളത് ചാനലുകൾക്കല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ അതിഥിയായി നിരന്തരം നിങ്ങൾ ന്യൂസ് റൂമിൽ വിളിച്ചിരുത്തുന്ന ഒരാളെ നിങ്ങൾ പോരാളി ഷാജിയായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ കാണുന്ന ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അതിനോട് കമന്റ് പറയാൻ ഞാൻ ഏതായാലും ഇല്ല. നമ്പർ 1, പോരാളി ഷാജി പോലെ മുഖമില്ലാത്ത ഒരു പ്രൊഫൈലുമായിട്ടാണ് നിങ്ങൾ ശ്രീജിത്ത് പണിക്കരെയും ഇപ്പൊ പറഞ്ഞു തീർത്തോട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ആ രീതിയിലാണ് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ഒരാളെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ എന്ത് പറയാനാണ്? അതിനുശേഷം താങ്കൾ പറഞ്ഞു എന്റെ പോസ്റ്റുകൾ വായിക്കുമ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നി. ഞാൻ ആദ്യമേ ഒരു ഡിസ്പ്യൂട്ട് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വേണം. നമ്മളൊരു ജനാധിപത്യ സംസ്കാരമല്ലേ, അവിടെ എന്നെ എതിർക്കാനും വിമർശിക്കാനും ഒക്കെ താങ്കൾക്ക്. ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊരു എം വി ജയരാജൻ അത് പറഞ്ഞു തീർത്തോട്ടെ. അപ്പൊ അങ്ങേക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഉൾക്കൊണ്ടു. അതിനുശേഷവും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ന്യൂസ് റൂമിലെ സ്ഥിരം ഗസ്റ്റായ ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകളെ അങ്ങ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനോട് ഞാൻ എന്ത് പ്രതികരിക്കാനാണ്? ഞാൻ ഇവിടെ എം വി ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ഇടതുപക്ഷം ഈ രീതിയിൽ ഒരു മൈക്ക് കെട്ടി ഒരു വിമർശനം നടത്തിയതിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ പറയുന്നത് ആദ്യമല്ല, ഇടതുപക്ഷത്തിന് മുമ്പും ഇതുപോലെ സൈബർ കമ്മ്യൂൺ എന്ന് പറയുന്ന സൈബർ ഇടങ്ങളിലുള്ള പോരാളികൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്നത്. ആകാശ് തില്ലങ്കേരിക്കെതിരെ പോലും ഒരു നിലപാടെടുക്കാൻ CPM-ന് സാധിച്ചിട്ടില്ല എന്നുള്ളിടത്തും തില്ലങ്കേരി പോലെ അവരുടെ സ്ട്രോങ് ഹോൾഡായ ഒരു സ്ഥലത്ത് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന സൈബർ കമ്മ്യൂൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൈബർ ഇടത്തിൽ മാത്രം വലിയ ആരാധക വൃന്ദമുണ്ടായ ഒരാൾക്കെതിരെ അവർ യോഗം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഉള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെ കുറിച്ച് ഏതായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വാഹിദ്, താങ്കളും ഈ ന്യൂസ് 18 ചർച്ചയിലടക്കം സജീവമായി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. താങ്കൾ ഒരു പ്രവാസിയാണ് എന്ന് അറിയാം. പക്ഷേ പ്രവാസികൾക്കൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ അവർ ഒരുപക്ഷെ മലയാളികളെക്കാൾ കൂടുതലായി നോക്കിക്കാണുകയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും നിലപാടുമൊക്കെ പരിശോധിച്ചാൽ അവിടെയും ഒരു രാഷ്ട്രീയം കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കൾ വോട്ട് ചെയ്യാൻ കേരളത്തിൽ വരാൻ സാധിച്ചിരുന്നോ താങ്കൾക്ക്? അല്ല, ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. എനിക്ക് എന്റെ രാഷ്ട്രീയം പറയുന്നതിൽ, ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് പറയുന്നതിൽ ഒരു ജാള്യതയുമില്ല എന്ന് മാത്രമല്ല, അതിൽ അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അത് പറയുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അങ്ങനെ അഭിമാനമില്ലാത്തവരാണോ ഈ പോരാളി ഷാജിമാരും ചെങ്കതിരും ചെങ്കോട്ടയും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് താങ്കൾക്ക് രണ്ട് വിഷയമുണ്ട്. സഖാവ് എം വി ജയരാജൻ പറഞ്ഞത് പൊതുമാധ്യമങ്ങളെ വിലക്കെടുത്തു കഴിഞ്ഞു. ഈ ഇന്ത്യയിലെ സംഘപരിവാർ എന്ന് പറയുന്ന വലിയ ഒരു ഫാസിസ്റ്റ് ഭീഷണി ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ അവർ ഈ ഇന്ത്യയിലെ പൊതുമാധ്യമങ്ങളെ ഏറെക്കുറെ 90% പൊതുമാധ്യമങ്ങളെയും വിലക്കെടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഇവർ നവമാധ്യമങ്ങളിൽ ഏതെല്ലാം തരത്തിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വളരെ ടിപ്പിക്കൽ പരിപാടികളാണ്. ഇപ്പോ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത്, അദ്ദേഹം RSS കാരനോ BJP കാരനോ സംഘപരിവാർ അനുഭാവിയോ പോലുമല്ലാതെ, എന്നാൽ BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന അത്തരം പെയ്ഡുകൾ, ഇങ്ങനെ ലക്ഷക്കണക്കിന് പെയ്ഡ് ആളുകളെ ഇറക്കിയിട്ടുണ്ട്. അത് ചിലപ്പോ പാർട്ടിയുടെ, അതുകൊണ്ടാണ് ഇവിടെ ശ്രീജിത്ത്. അല്ല, അതാണ് എന്റെ സംശയം. അങ്ങനെയുള്ള ഒരു പട്ടികയിലേക്ക് പോരാളി ഷാജിയും എത്തിയോ എന്നുള്ളതാണ്. പോരാളി ഷാജി എന്ന പേര് ഞാനല്ല പറഞ്ഞത്, എം വി ജയരാജനാണ് പറഞ്ഞത്.
പോരാളി ഷാജി എന്ന പേര് അദ്ദേഹം എടുത്തു പറഞ്ഞു, ചെങ്കതിർ എന്ന പേരെടുത്ത് പറയുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞതാണ് ഈ ചെങ്കതിരോ പോരാളി ഷാജിയോ അങ്ങനെ കുറെ എണ്ണമുണ്ട്. ഇത്തരം പേരുകൾ ഉപയോഗിക്കും. ഇതിപ്പോ പേരുകൾ ഉപയോഗിക്കുന്നതിന് പ്രൊഫൈലില് പേരുകൾ അവനവന് ഇഷ്ടമുള്ള പേര് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഇത്തരം പേരുകൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്നിട്ട് ഇവർ മുഖംമൂടി അണിഞ്ഞു വരും. അവർ വലിയ അനുഭാവത്തിലൊക്കെ 1-2 പോസ്റ്റുകളൊക്കെ ഇട്ടതിന് ശേഷം പിന്നീടാണ് യഥാർത്ഥ അജണ്ടയിലേക്ക് വരിക. ഇത് മാത്രമല്ല, വ്യാപകമായി എന്തെല്ലാം തരത്തിലുള്ള 1 ഇന്ത്യ 1 പെൻഷൻ അങ്ങനെ എന്തൊക്കെയോ ക്യാമ്പയിനുകൾ. അത് വളരെ ടിപ്പിക്കൽ പ്ലാൻഡ് ആയിരുന്നു. മോഡിയുടെ തുടക്കകാലം തൊട്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു. ആ അജണ്ടയുടെ എക്സ്ട്രീം ലെവലാണ്. ഇപ്പൊ കേരളം എന്നുള്ള ഇന്ത്യയിലെ മതേതരത്വ ഭൂമിയെ, ഈ ഇന്ത്യയിലെ മതേതരത്വ തുരുത്തിനെ കൂടി ഈ പ്രാകൃതമായ മനുഷ്യവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തു വഴിയും ഇവർ ശ്രമിക്കും. അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം വാഹിദ്, താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എങ്കിൽ, മതസ്പർദ്ധ വളർത്തുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ ഉതകുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ അത്രയൊന്നും മോശമല്ല. ഇന്ത്യയിലെ തന്നെ മികച്ച പോലീസ് സംവിധാനമാണ് നമ്മുടേത് എന്ന് നമ്മൾ അഭിമാനിക്കുന്നവരാണല്ലോ. നമ്മൾ എത്രയോ തവണ അത് കണ്ടിട്ടുണ്ട്. സൈബർ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയോ സംവിധാനങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയെ കാണാതായിട്ട് ആ കുട്ടിയെ മണിക്കൂറുകൾക്കകം തിരിച്ചു കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഇത്തരം സാധ്യതകളും ഇത്തരം അന്വേഷണങ്ങളും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മുഖമില്ലാത്തവർ രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റുന്നൊരു സംവിധാനം നമുക്കുണ്ടല്ലോ. അതിനെ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല? നോക്കൂ, ഇതിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഈ നോക്കൂ, ആഗോള തലത്തിലുള്ള ഹാക്കർമാരെ പോലും കണ്ടെത്താൻ ലോകത്തെ വലിയ വലിയ ഭീമന്മാർക്ക് കഴിയാത്ത അതാണ് IT മേഖല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണത്. നമ്മൾ അവരുടെ IP അഡ്രസ് ഒക്കെ കണ്ടെത്തി അവരെ ട്രാക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ സിസ്റ്റം തന്നെ ഇല്ലാതാകുന്ന രൂപത്തിലേക്ക് ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഉള്ള ഈ പരിമിതമായ സൗകര്യങ്ങൾ, പക്ഷെ അപ്പോഴും താങ്കൾ പറയുന്നത് പോലെ ശരിയാണ്, അത്തരം ഇന്റർനാഷണൽ ഗെയിമുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ വടകരയെ ഉദാഹരിച്ചുകൊണ്ടാണ് കേട്ടോ MV ജയരാജൻ ആരംഭിച്ചത്. വടകര ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ നേരിട്ടത് KK ശൈലജ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതിന്റെ ഉറവിടം എവിടെ എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണമുണ്ട്, ഇപ്പോഴും ആക്ഷേപമുണ്ട്. പക്ഷേ ഉറവിടം കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിനും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കും ഒന്നും സാധിക്കുന്നില്ല. അവിടെ ഒരു പ്രതിയെ ഇയാളാണ് നിർമ്മിച്ചത്, ഇയാളാണ് ഇത്തരം വിദ്വേഷ പ്രസംഗം നടത്തിയത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതും വലിയ പാളിച്ചയില്ലേ? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിലൊരു സംശയവുമില്ല. എന്നാൽ ഈ സംവിധാനങ്ങൾക്ക് അപ്പുറം ഈ ഇത്തരം പ്രാകൃതമായ രീതികൾ തുടരുന്നതിനെ കുറിച്ച് പ്രചാരണം നടത്തേണ്ടതല്ലേ, ക്യാമ്പയിൻ ചെയ്യപ്പെടേണ്ടതല്ലേ? അതാണ് സഖാവ് MV ജയരാജൻ പറഞ്ഞത്. തീർച്ചയായും ഞാൻ വളരെ പെട്ടെന്ന് താങ്കൾ എന്തായാലും ആ ക്യാമ്പയിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് MK ഹരിദാസിലേക്ക് ഒന്ന് പോകാം എന്ന് കരുതുന്നു. ശ്രീ MK ഹരിദാസ്, ഈ സംഭാഷണം പുറത്തു വന്നപ്പോൾ വീണ്ടും ഇത് പോകുന്നത് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, അതായത് ഈ MV ജയരാജന്റെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഇതേ MV ജയരാജന്റെ ഒരു ശബ്ദ സന്ദേശം ഏതാനും നാളുകൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അത് PSC നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ്. ഇതിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചെറുക്കണം, അതിനുള്ള ക്യാപ്സൂളുകൾ തയ്യാറാണ്, ഈ ക്യാപ്സൂളുകൾ എല്ലാവരും പ്രചരിപ്പിക്കണം, ഒരു ലോക്കൽ കമ്മിറ്റി 300 മുതൽ 400 വരെ കമൻറ്റുകൾ ഇടണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശമെന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതേ MV ജയരാജൻ തന്നെയാണ് ഈ സൈബർ ഗ്രൂപ്പുകളെ ഇപ്പോൾ തള്ളിപ്പറയുന്നത്. ആരാണ് ഈ സൈബർ ഇടങ്ങൾക്ക് വളം വെച്ചു നൽകിയത്? ആരാണ് ഈ സൈബർ ഇടങ്ങളെ ഇത്രയധികം വളർത്തിയത്? രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ എന്തൊക്കെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും, എത്ര മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയാലും അന്നൊക്കെ നിശബ്ദത പുലർത്തിയതും ആരാണ്? ശ്രീ ഹരിദാസ്. CPM എന്ന് പറയുന്ന പാർട്ടിയാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഈ സൈബർ ഇടങ്ങളിൽ ഈ പറഞ്ഞില്ലേ, ഈ പോരാളി ഷാജി ആയാലും ചെങ്കതിർ മുരളി ആയാലും
അല്ലെങ്കിൽ അരിവാൾ ശ്യാമായാലും ഇവരെയൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വെള്ളവും വളവും അതാത് കാലം കൃത്യമായി കൊടുത്തത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. ഇതിൽ ഇതും ഒരു ക്യാപ്സ്യൂളാണ് അഭിലാഷേ. ഇതും MV ജയരാജനാൽ സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ്. എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ നോക്കി പറഞ്ഞത്, നിങ്ങൾ ഈ വിജയത്തിൽ അഹങ്കരിക്കരുത്, നിങ്ങൾക്ക് കിട്ടാതെ പോയ വോട്ടിനെ കുറിച്ച് പരിതപിക്കൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ തോറ്റതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല, കാരണം ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങളുടെ വോട്ട് വിഹിതം കൂടി. ഇന്ന് ഈ നമ്മൾ പറയില്ലേ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനിലേക്ക് ഒതുക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ തലതൊട്ടപ്പൻ ഇത് പറഞ്ഞിട്ട് പോലും ഇതൊന്ന് ഏറ്റുപിടിക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞത് അതൊന്നുമല്ല. ഇത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല ഈ തോൽവി സംഭവിച്ചത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജനങ്ങൾ അങ്ങേയറ്റം ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് ഈ തോൽവി സംഭവിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ജനങ്ങളെ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പുതിയ ക്യാപ്സ്യൂളിനപ്പുറം ഇതിൽ യാതൊരുവിധ ഒരു അന്തസ്സുള്ള ഒരു പ്രസ്താവനയൊന്നുമല്ല അദ്ദേഹം ഈ നടത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ മറിയക്കുട്ടിമാരെ പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങി ആ 84 കാരിയെപ്പോലും അങ്ങേയറ്റം തോലുരിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരുവിധമൊക്കെ ഞാൻ ഈ സൈബർ ഇടങ്ങളിലൊന്നുമില്ല, എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടതനുസരിച്ചിട്ട് ഒരു 84കാരിക്ക് ഇത്രയും മോശമായിട്ടുള്ള പ്രതികരണം നൽകാൻ ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കിലെ ഈ മറിയക്കുട്ടി സമരം ചെയ്യുമ്പോൾ തന്നെയാണ് ജനകീയ ഹോട്ടലിൻ്റെ സബ്സിഡി തുകയ്ക്ക് വേണ്ടിയിട്ട് കുറേ സ്ത്രീകൾ സമരം ചെയ്തത്. അവരെ കുറിച്ചിട്ട് എന്തായിരുന്നു ഈ CPMൻ്റെ ഭാഗത്ത്? അപ്പം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ അങ്ങേയറ്റം തോലുരിച്ച് ചളിവാരി തേച്ച് മുളകും മല്ലിയും തേക്കുന്നത് കണ്ട് ആനന്ദലബ്ധിയിൽ ആറാടിയിരുന്നവർക്ക് അപ്പോഴൊന്നും തോന്നാത്ത ഒരു ഉൾവിളി ഇപ്പോഴുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ധൂർത്തും കെടുകാര്യസ്ഥതയും ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിലെ അപാകതയും മൂലം കേരളത്തിൻ്റെ അവസ്ഥ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ ജനങ്ങൾ ജനാധിപത്യം എന്താണെന്നും ഭരണഘടന എന്താണെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്ത് തോൽപ്പിച്ചപ്പോൾ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ, കുമാരപിള്ള സാറ് ചമഞ്ഞുകൊണ്ട് ലളിതമായിട്ട് പറയുന്നതിന് പകരം അങ്ങേയറ്റം നമ്മൾ പറയില്ലേ ശുഷ്കാന്തിയോടുകൂടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വരിയാണിത്. കാരണം പോരാളി ഷാജിമാരെ എന്നാണ് അഭിലാഷം ഉണ്ടായിരിക്കുന്നത്? 10 കൊല്ലം, എനിക്ക് തോന്നുന്നത് ഒരു 10 കൊല്ലമായിട്ട് പോരാളി ഷാജിയും ചെങ്കതിർ സോമനൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ 10 കൊല്ലത്തെ പാരമ്പര്യമാണോ ഈ പാർട്ടിക്കുള്ളത്? ഏകദേശം 54-55 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ ഒരു പോരാളി ഷാജിയും അല്ലെങ്കിൽ ഒരു ചെങ്കതിർ സോമനൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ തോറ്റുപോകുന്ന കാലമാണ്. നിത്യേന സോഷ്യൽ മീഡിയകൾ, സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയൊരു ശതമാനം ആളുകൾ കടന്നു പോകുന്നു. അവിടെ ഇടത് അനുകൂലമെന്ന് കരുതുന്ന പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ട് കഴിഞ്ഞു. അവർ വലിയ തോതിൽ പാർട്ടി അനുഭാവികളെ, പ്രവർത്തകരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ ഒരു പക്ഷേ ഈ പാനലിൽ വളരെ മുതിർന്ന ആൾ ആയി എനിക്ക് തോന്നുന്നത് താങ്കളെയാണ്. അങ്ങനെയെങ്കിൽ താങ്കൾക്ക് കുറച്ചുകൂടി ചരിത്രം പരിശോധിച്ചാൽ ഇതൊക്കെ എപ്പോഴും പാർട്ടികളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സംഭവിക്കുന്നതാണല്ലോ. പണ്ട് അതൊരു ചുവരെഴുത്തായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു ലഘുലേഖയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മുദ്രാവാക്യമായിരുന്നിരിക്കാം. അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ഇപ്പോൾ മാറുന്നു. അത് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. നോക്കൂ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നതിനെക്കാട്ടിലും മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയാണ് ഇവരുടെ എതിരാളികളായിട്ട് ഇവിടെ മത്സരിച്ചിരിക്കുന്നത്. BJP പേരിന് മാത്രമാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത്. BJP ഇവർക്ക് ഒരു മത്സരത്തിനുള്ള ഒരു എതിരാളികളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ് അഭിലാഷേ? എവിടെയാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഐക്യമുള്ളത്? കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ യഥാർത്ഥത്തിൽ ഐക്യം ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ ജയിച്ച സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും ഓരോ ലക്ഷം വോട്ടും കൂടി നേടേണ്ട വിധത്തിലുള്ള ഭരണവൈകൃതങ്ങളാണ് ഇവിടെ ഈ കഴിഞ്ഞ 3-3.5 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം ഇത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ കയറിക്കൊണ്ട് ഒരാൾ പറഞ്ഞതുകൊണ്ട് മറ്റൊരാൾ വോട്ട് ചെയ്യുകയല്ല ഈ ചെയ്തിരിക്കുന്നത്. ഇത് ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ടിയിട്ടുള്ള വോട്ട് കുത്തൽ തന്നെയാണ് ഈ നടന്നിരിക്കുന്നത്. അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഇവർക്ക് കിട്ടാവുന്ന പ്രഹരം എന്തായിരിക്കും?
അതിനെ കുറച്ച് മുൻകരുതലുകൾ എടുക്കണം. അപ്പോൾ അതിനെ ഈ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് തന്നെ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ക്യാപ്സ്യൂളിനപ്പുറം യാതൊന്നുമില്ല. കോൺഗ്രസിലത്തെ ഐക്യം പൂർണ്ണമായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ, ഞാൻ വിശ്വസിക്കുന്നു അഭിലാഷ്, കോൺഗ്രസിന്റെ രണ്ടാം നിര നേതാക്കൾ കൃത്യമായിട്ട് ആർക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് ആ കോൺഗ്രസിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ വോട്ടിംഗ് മാറ്റണമെന്നുള്ള ആ പാറ്റേണിന്റെ ഒരു നിയന്ത്രണമുണ്ടല്ലോ, അത് ഈ പോരാളി ഷാജിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത മുൻകരുതലൊന്നും ഈ പോരാളി ഷാജിമാരോ ചെങ്കോട്ട ഷാജിമാരോ ഒന്നും എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത്തരത്തിൽ കോൺഗ്രസ് പോലും ദുർബലമായി നിൽക്കുമ്പോൾ ഈ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ, അതിൽ ഞാൻ വിശ്വസിക്കുന്നു 67 ലക്ഷം ദേശാഭിമാനി വരിക്കാറുണ്ടെന്ന് ഇവർ കഴിഞ്ഞ ആഴ്ച പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 67 ലക്ഷം. ഈ 67 ലക്ഷം ദേശാഭിമാനി വരിക്കാരുടെ വോട്ട് പോലും പാർട്ടിക്ക് കിട്ടാത്ത സാഹചര്യത്തിലാണോ പറയുന്നത് പോരാളി ഷാജിമാരുടെ പോസ്റ്റ് നോക്കിക്കൊണ്ട് അവരെ വിലക്കെടുത്തിട്ട്? ഒന്നാമത് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള വിലക്കെടുക്കലും കാര്യങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നേരത്തെ പറഞ്ഞത്, ഒരു പോരാളി ഷാജിമാരെ വിലക്കെടുത്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നടക്കം വോട്ടുകൾ ചോരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പരിശോധിച്ചാൽ BJP, താങ്കൾ സൂചിപ്പിച്ചു BJP അങ്ങനെ നേരിടാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല എന്ന്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതത്തിൽ BJP ഒന്നാമതെത്തി നിൽക്കുന്നുണ്ട് നിയമസഭാ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ കോൺഗ്രസ് ആകണമെന്നില്ല വിലക്ക് വാങ്ങുന്നത്, BJPക്കും വിലക്ക് വാങ്ങാമല്ലോ. അത് ഇലക്ഷന് മുമ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം BJP തിരുവനന്തപുരത്ത് മാത്രമാണ് പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞത് എന്തെന്ന്, ഞങ്ങൾക്ക് എതിരാളികൾ BJP ആണെന്ന്. ബാക്കി 19 മണ്ഡലത്തിലും BJP-യെ സംബന്ധിച്ചിടത്തോളം CPM-ന് യാതൊരുവിധ ആകുലതയും ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത് അഭിലാഷേ. BJP-ക്ക് ഈ CPM-ൽ നിന്ന് പോയ വോട്ടുകളൊക്കെ പോയിരിക്കുന്നത് BJP-യിലേക്കാണ്, കോൺഗ്രസിനല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും രമ്യ ഹരിദാസ് മറ്റേ ആലത്തൂർ മണ്ഡലത്തിൽ തോൽക്കില്ല, അതുപോലെ തന്നെ മുരളീധരൻ തോൽക്കില്ല. CPM-ന്റെ വോട്ടുകൾ പോയത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വൻപിച്ച വിജയം നേടാനായത്. ഇതൊക്കെ കൂട്ടി വായിച്ചുകൊണ്ട് നമ്മുടെ ഈ MV ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഒരു ക്യാപ്സ്യൂൾ ഇറക്കിയതിനപ്പുറം ഇതിൽ യാതൊരുവിധ പ്രസക്തിയും ഇതിൽ ഞാൻ കാണുന്നില്ല. തൃശ്ശൂരിൽ 1 ലക്ഷം വോട്ടാണ് കോൺഗ്രസിന് നഷ്ടമായത് എന്നതൊക്കെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ വസന്ത്, ഇവിടെ ഇതാ സമൂഹ മാധ്യമം എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്ന ഒരു പേരാണ് ധ്രുവ് റാഠിയുടേത്. അതായത് സോഷ്യൽ മീഡിയയിലടക്കം റാഠി നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ, അതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നൊരു നിരീക്ഷണം ശരിയാണ്. അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോം പരിശോധിച്ചാൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയ്ക്കും കോടിക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട്. വ്യക്തിപരമായി ഇപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏതാണ്ട് 100 കോടിയോളം വരുന്ന വോട്ടർമാർ ഉണ്ട്. അതിലേതാണ്ട് 70 കോടിയോളം വന്നവർ ആണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളവർ ഉണ്ട്. അതിൽ യുവാക്കളായിട്ടുള്ള ആളുകൾ എന്നതൊരു നിശ്ചിത ഗണത്തിൽ മാത്രമാണ് വരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലും ഉപയോഗിക്കാത്തവരുടെ എണ്ണം ഉത്തരേന്ത്യയിൽ അത്രമേൽ വലുതായിരിക്കും. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇവരൊന്നും ആണ് ഈ വോട്ടിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് എന്ന അഭിപ്രായമില്ല. പക്ഷേ അത് തെറ്റാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് ഒക്കെ നന്നായി ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കൂ. അതായത് ഈ റാത്തി ചെയ്ത അത്രയും പോലും രാഹുൽ ചെയ്തില്ല എന്നൊരു വിമർശനം പോലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ആണോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് മാറുന്നത്? എന്തായാലും സമൂഹ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മത്സരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. അല്ല ശ്രീ അഭിലാഷ്, ആശയങ്ങൾ ജനങ്ങളിലേക്കും വോട്ടർമാരിലേക്കും എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ്. അത് രാഷ്ട്രീയമാവട്ടെ, വ്യാവസായികമാവട്ടെ, അല്ലെങ്കിൽ ദേശീയമാവട്ടെ, എന്ത് വിഷയത്തിലാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് സംശയമൊന്നുമില്ല. പിന്നെ രാഹുൽ ഗാന്ധിയേക്കാൾ ധ്രുവ് റാത്തിയാണ് കൂടുതലായി ജനങ്ങളെ സ്വാധീനിച്ചത് എന്നൊക്കെ പറയുന്നത് CPM സൈബർ ക്യാപ്സ്യൂളുകളാണ്. അത് അഖിലേന്ത്യാ തലത്തിലല്ല, കേരളത്തിലും ബംഗാളിലും ഒക്കെ മാത്രം ഓടുന്ന ഒരു ക്യാപ്സ്യൂളാണ്. അത് എക്സ്പയർ കഴിയുകയും ചെയ്തതാണ്. ധ്രുവ് റാത്തിക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായമില്ല, അദ്ദേഹത്തിന് പോലും അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാര്യം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്ന് ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ ആകുലതകൾ, ആവലാതികൾ നേരിട്ടറിയുന്ന ഒരു മനുഷ്യനെ പോലെയാണോ
ഒരു 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 സൈബർ സ്പേസിനുള്ളിൽ ജനങ്ങളോട് അങ്ങോട്ട് മാത്രം സംവേദിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പൊ അങ്ങ് ചോദിച്ചതിന്റെ യഥാർത്ഥ ഉത്തരം. ധ്രുവ് റാത്തി BJP-യുടെ പതനത്തിൽ ആ ഉണ്ടായ തോൽവിയിൽ അല്ലെങ്കിൽ ആ ഉണ്ടായ ഒരു പിന്നോക്ക് പോക്കിൽ പങ്കുവഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് രാഹുൽ ഗാന്ധിയേക്കാൾ അല്ലെങ്കിൽ അഖിലേഷ് യാദവിനേക്കാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെക്കാൾ വലുതാണ് എന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നോക്കൂ, ഇവിടെ MP ജയരാജൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? MP ജയരാജൻ പറയുന്നത് പോരാളി ഷാജിക്കൊക്കെ എതിരായിട്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇത് കാണുമ്പോൾ ഞാൻ ഓർത്തത് MP ജയരാജന് പിണറായി വിജയനോട് എന്തോ എതിർപ്പുണ്ട്. കാര്യം ഈ ചർച്ചയിൽ ഇരിക്കുന്ന സമയം വരെ ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയനുമായി നേരിട്ട് ബന്ധമുള്ള ആരോ ഒരാളാണ് ഈ പോരാളി ഷാജിയുടെ അഡ്മിൻ. അപ്പൊ പിണറായി വിജയനെതിരെ MP ജയരാജൻ എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്താൽ അതും ഈ വാർത്തയ്ക്ക് സമമാവും. അല്ല, അങ്ങനെ പിണറായി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പിണറായിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു അഡ്മിന് ഇത്തരത്തിലൊക്കെ പോസ്റ്റ് ഇടാൻ സാധിക്കുമോ? ഇതിനു മുമ്പൊക്കെ വന്നിട്ടുള്ള ഭരണം തന്നെ, ഈ ഭരണം എന്തിന്, സഖാക്കളുടെ ജീവനല്ലേ വലുത് എന്നൊക്കെ ചോദിച്ചുള്ള പോസ്റ്റുകൾ നേരത്തെ വന്നിട്ടുണ്ട്. പിണറായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായിയുടെ അടുപ്പക്കാരൻ അഡ്മിനായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ശ്രീ വസന്ത്? അല്ല, അത് ഞാൻ പറയാൻ പറഞ്ഞതിന്റെ കാര്യം, CPM-ന്റെ സൈബർ ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ CPM-ന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ ക്യാപ്സ്യൂളുകൾ എല്ലാം പുറപ്പെട്ടിരിക്കുന്നത് പിണറായിയുടെ വാക്കിൽ നിന്നാണ്. പിണറായി ആ ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ മാനേജറാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആദ്യമായി തോൽവിയുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ പുറപ്പെടുന്നത് ഇന്നലെ നിയമസഭയിലാണ്. നിയമസഭയിൽ പിണറായി വിജയൻ, നോക്കൂ, ഞാനിപ്പം MK ഹരിദാസിന് ഉത്തരം പറഞ്ഞില്ല. കാര്യം ശ്രീ ഹരിദാസ് കേരള ചരിത്രത്തിൽ ആദ്യമായാണ് 1 ലക്ഷത്തിലേറെ വോട്ടുകളിൽ 10 സീറ്റുകളിൽ ഞങ്ങൾ വിജയിക്കുന്നത്. LDF പോലും വിജയിച്ചിട്ടില്ല. 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷവുമായി 10 സീറ്റുകളിൽ വിജയിച്ച ചരിത്രം ഹരിദാസ് ഒട്ടും ചെറുതായി കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഈ 1 ലക്ഷം എന്നത് 2 ലക്ഷമാക്കി മാറ്റാമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രമേൽ 1.5 ആക്കാനുള്ളത് ഉണ്ടായിരുന്നു സുഹൃത്തെ. ശ്രീ ഹരിദാസ് 1.5 ലക്ഷം ആക്കാം. അല്ല ഹരിദാസ്, ഒരു 1.5 ലക്ഷം കിട്ടുമായിരുന്നു. അല്ല, അങ്ങ് ഒരു വടിയെടുത്തിട്ട് ഒടിച്ച് ഞങ്ങളെ അടിച്ചേക്കാം എന്ന് വിചാരിക്കണ്ട. ആ പണിയാണ് ഇന്നലെ പിണറായി വിജയൻ കാണിച്ചത്. അതായത് 1 ലക്ഷത്തിലേറെ വോട്ടുകളിൽ 10 സീറ്റുകളിൽ വിജയിച്ചു നിൽക്കുന്ന പാർട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പിണറായി വിജയൻ ഇന്നലെ സ്റ്റഡി ക്ലാസ് എടുക്കുക. നിങ്ങൾ അഹങ്കരിക്കണ്ട, നിങ്ങൾ ആനന്ദിക്കണ്ട, നിങ്ങൾ ലഡു വിതരണം ചെയ്യണ്ട, തൽക്കാലമുള്ള ആശ്വാസമാണ് ഇത് എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ ക്ലാസ് എടുത്ത പോലെയാണ് ഇപ്പൊ അങ്ങ് ക്ലാസ് എടുക്കുന്നത്. അത് വേണ്ട, അതിനെ അങ്ങനെ കാണേണ്ടതുണ്ടോ? ചിലതിൽ ഇപ്പോൾ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ എന്താണ് പ്രധാനമന്ത്രി ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടേനെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ ആ ഘട്ടത്തിലായിരുന്നല്ലോ തോന്നേണ്ടത്. അത് പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ NK ഹരിദാസ് പറഞ്ഞത് എന്താണ്? കൂടുതൽ പ്രവർത്തിക്കാൻ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി ആർജവത്തോടുകൂടി തെരഞ്ഞെടുപ്പിന് നേരിട്ടിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാമായിരുന്നു എന്നല്ലേ? അതിനെ എങ്ങനെയാണ് ശ്രീ വസന്ത് ഈ തരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നത്? അല്ലല്ല, അങ്ങ് പറഞ്ഞ ലാംഗ്വേജിലല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കുറച്ചുകൂടെ എന്താണ് പറയുന്നത്, നമ്മുടെ ഐക്യമില്ലാത്ത ഐക്യജനാധിപത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞു. ഒരു വടിയെടുത്ത് അത് മുറിച്ച് അരപ്പാതി കൊണ്ട് ഞങ്ങളെ അടിക്കുക, അരപ്പാതി കൊണ്ട് അപ്പുറത്തും അടിക്കുക, ആ പരിപാടി വേണ്ട. അല്ല, അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ തൃശ്ശൂരിലടക്കം താങ്കളും കണ്ടതല്ലേ, അടി ആരാണ് ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഹരിദാസ് അങ്ങനെ പറഞ്ഞത്. വടി രണ്ടാക്കണ്ട. അപ്പൊ നമ്മള് സൈബർ രംഗത്തെ അതിക്രമത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പോരാളി ഷാജിക്ക് CPM-മായി ബന്ധമുണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം, എപ്പോഴാണ് പോരാളി ഷാജി മാത്രമല്ല, പോരാളി ഷാജിമാർ എപ്പോഴാണ് CPM-ന് വിലക്കപ്പെട്ട കനിയായി മാറിയത്? വിലക്കപ്പെട്ട കനിയായി മാറിയത് തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട്, വിവിധ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ CPM എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ്. കഴിഞ്ഞ ദിവസം കാലം കാത്തുവെച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ കൂർലോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു, കാലം കാത്തുവെച്ച നേതാവല്ല, കാലം കാത്തുവെച്ച കാലനാണ്, ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ അവസാനത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ വിവരദോഷി എന്ന് വിളിച്ചുകൊണ്ടല്ലേ പ്രതിരോധിക്കാൻ ഇറങ്ങിയത്. അപ്പൊ കൂർലോസ് മെത്രാനെ വിവരദോഷി എന്ന് വിളിച്ച പിണറായിയും സംഘവും MP ജയരാജനും ഒക്കെ ചേർന്ന് ഈ നമ്മുടെ പോരാളി ഷാജിയെ അതിനപ്പുറത്ത് വിളിച്ചാൽ നമുക്ക് ഭയപ്പെടാനില്ല. പക്ഷെ പോരാളി ഷാജിയെ എന്തുകൊണ്ടാണ് ഇവരിപ്പൊ വിമർശിക്കാൻ ഇറങ്ങുന്നത്? ആസ്ഥാന വിധവ എന്ന് നിയമസഭയ്ക്കുള്ളിൽ വെച്ച് MM മണി പറയുമ്പോൾ അത് ഏറ്റി വിളിച്ച് അതിന്റെ അപ്പുറത്തേക്കപ്പുറം KK രമയെ ആക്രമിച്ച പോരാളി ഷാജിക്ക് അന്ന് കയ്യടി കൊടുത്ത ആളാണ് MP ജയരാജൻ. നോക്കൂ, കുറ്റിക്കാട്ടിൽ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് അന്ന് പെമ്പിള ഒരുമയെ നോക്കി വൃത്തികേട് MM മണി വിളിച്ചു പറയുമ്പോൾ അതല്ല, അതിനപ്പുറമാണ് നടന്നത്, എങ്ങനെയൊക്കെ നടന്നു വിശദീകരിച്ചെഴുതിയ പോരാളി ഷാജിക്ക് വേണ്ടി ഗാലറിയിൽ നിന്ന് കൈയടിച്ച ആളാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ളവർക്ക്
കൊള്ളരുതായ്കകൾ, വൃത്തികേടുകൾ, സ്ത്രീവിരുദ്ധത, അത് പച്ചയായ നുണകൾ എഴുതി പടച്ചു വിട്ടപ്പോ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കണ്ടപ്പോ ഗാലറിയിൽ ഇരുന്ന് കൈയടിച്ച് വിസിലടിച്ച് പ്രോത്സാഹിപ്പിച്ചവർ ഇന്ന് അവർ ഇതാ നോക്കൂ സഖാക്കളെ, ഇതല്ല ഇടതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലേക്ക് എടുക്കുന്ന പരിപാടിയല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുമ്പോ എന്താണ് ഇത്ര വിഷമം? അപ്പോഴാണ് കുത്താൻ തുടങ്ങിയത്. PJ ആർമിയെ വിലക്കെടുത്തത് ആരായിരുന്നു? PJ ആർമിയെ വിലക്കെടുത്തതും നിയന്ത്രിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് ആരായിരുന്നു? അപ്പൊ കൃത്യമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന സൈബർ പോരാളികൾ എല്ലാ കാലത്തും പറഞ്ഞു വെച്ചത് നീചത്വവും വൃത്തികേടുമാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ കണ്ടുപിടിക്കുന്നത് MM മണിയാണ്, അവർ കണ്ടുപിടിക്കുന്നത് നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയനാണ്, അവർ കണ്ടുപിടിക്കുന്നത് മണ്ടൻ മഠയൻ എന്ന് ഇന്ത്യൻ നീതിപീഠത്തെ നോക്കി വിളിച്ച MV ജയരാജനെയാണ്. അപ്പൊ അവർക്ക് മുമ്പിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്, അവർക്ക് മുമ്പിൽ വഴിവെട്ടിപ്പോയവരുണ്ട്, അവർക്ക് മുമ്പിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നത് പിണറായി വിജയൻ ഈ ഫേസ്ബുക്കിന്റെ ഐശ്വര്യം ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞോണ്ടല്ലേ പെരുമാറാൻ പറ്റൂ. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വാഹിദ്, അതാണ് ശ്രീ MK ഹരിദാസ് തിരുത്തുന്നുണ്ടായിരുന്നു. ശുംഭൻ എന്ന പ്രയോഗം വെച്ചുകൊണ്ട്, ശുംഭൻ എന്നാൽ പ്രകാശിക്കുന്നവൻ എന്ന വളരെ വിചിത്രമായ അർത്ഥം കൂടിയൊക്കെ കണ്ടെത്തിയ ആൾ കൂടിയാണ്. ഞാൻ വാഹിദിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ അർജുൻ, ഇവിടെ ഇപ്പോൾ ഇത്തരം പോരാളികളെ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്നവരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രം ചേർന്ന് നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നവരുടെ രചനകൾ, അവരുടെ എഴുത്തുകൾ പരിശോധിച്ചാൽ പലപ്പോഴും തോന്നാറുള്ളത് ഈ രാഷ്ട്രീയ നേതാക്കൾ അവരൊരു പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും അവിടെ ചില പേരുകളൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു വസന്ത്, ഞാനത് ആവർത്തിക്കുന്നില്ല. ആ പേരുകൾ പലപ്പോഴും കേരളത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന് നിരക്കാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ എപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലെ പോരാളികളിൽ നിന്ന് കാണാറുള്ളത്. അവിടെ ഏറ്റവും നീചമായ ഭാഷ ഉപയോഗിക്കുന്നു. ഒരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാത്ത, ഒരു ജനാധിപത്യ ബോധവും ഇല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അശ്ലീലം ഏറ്റവും അധികം, അതായത് നമ്മളൊക്കെ വലിയ പുരോഗമനവാദികൾ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഏതെങ്കിലുമായി ഒരു പുരുഷനെ സ്ത്രീയുമായി ചേർത്ത് വയ്ക്കാൻ പറ്റിയാൽ അതൊരു കഥയായി മെനഞ്ഞ് അവതരിപ്പിക്കുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ ആ പ്ലാറ്റ്ഫോം ഇവരുടെ അറിവോടുകൂടി ചേർന്ന് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണോ ഈ പ്ലാറ്റ്ഫോമുകളിൽ സൃഷ്ടിക്കപ്പെടുന്നത്? താങ്കളെ ഞാൻ എടുത്തു പറയുന്നു, മുഖമില്ലാത്തവർ സൃഷ്ടിക്കുന്നവർ. ഇവിടെ അഭിലാഷൻ ഈ പോരാളി ഷാജി എന്ന് പറഞ്ഞ പേജ് തുറന്നു നോക്കിയിട്ടുണ്ടോ? ഞാൻ വളരെ എൻ്റെ സത്യത്തിൽ ഞാനത് ചോദിച്ചത് കൊണ്ട് എനിക്ക് സമൂഹ മാധ്യമത്തിലടക്കം വളരെ കുറവ് സുഹൃത്തുക്കളേ ഉള്ളൂ. ഈ സുഹൃത്തുക്കളിൽ ബഹുഭൂരിപക്ഷവും ഇത്തരത്തിൽ കക്ഷി രാഷ്ട്രീയം ഇടുന്ന പോസ്റ്റുകളാണ് ഉണ്ടാറുള്ളത്. പോരാളി ഷാജിയുടെ പോസ്റ്റുകളും എനിക്ക് ലഭിക്കാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതിൽ ഈ എന്താ പറയുക, എന്തെങ്കിലും നിലപാടുകൾ പറഞ്ഞ് പരസ്പരം യുദ്ധം ചെയ്യുന്നതാണെങ്കിൽ സമ്മതിക്കാം. ആളുകളുടെ തല വെട്ടി മാറ്റി വെക്കുകയെന്നേ, ശരീരം വെട്ടി മാറ്റി വെക്കുക, മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇടുക, ആ രീതിയിൽ അധിക്ഷേപിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അഭിലാഷേട്ടൻ്റെ തല വെട്ടി മാറ്റി അവിടെ ഒരു കഴുതയുടെ തല വെക്കുക, അങ്ങനെയുള്ള നീചമായ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാപ്രകൾ അത് ഞാൻ പറയാം. ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ഇന്ന് ആ പേര് ലേബിൾ ചെയ്യപ്പെട്ടില്ലേ? പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇവരുടെ പേജുകളിൽ വന്നു തുടങ്ങിയ ആ ഒരു വാക്യമുണ്ടല്ലോ, അത് കേരളത്തിൽ ലേബിൾ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിച്ചു. വലിയ കാര്യമില്ലേ അത്? ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. അവിടെ ഈ സന്ദേശം സിനിമയുണ്ടല്ലോ, അപ്പൊ അതില് ഒരു ഡയലോഗ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഉത്തമ നമ്മൾ തോറ്റതെന്ന് ചോദിക്കുമ്പോൾ പറയും, ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് കോട്ടപ്പള്ളി നമുക്ക് തിരിച്ചടിയായെന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് MV ജയരാജൻ ഇവിടെ പറയുന്നത്, ഈ സമൂഹ മാധ്യമമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയത്. അതല്ല അതിൻ്റെ സത്യം. പറയുമ്പോൾ അങ്ങനെ പറയാമെന്നേ ഉള്ളൂ. അപ്പം എന്തുമാത്രം വിഷണറിയാണ് ആ സിനിമ എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ഒന്ന് ഓർക്കുകയാണ്. അഭിലാഷേട്ടന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, പിണറായി വിജയനെ കുറിച്ചൊരു പാട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ നാടിന്റെ അധിപൻ, നാട്ടാർക്കെല്ലാം സുപരിചിതൻ, തീയിൽ കുരുത്തൊരു കുതിര, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ. ഈ രീതിയിൽ ഒരു പാട്ടിറങ്ങിയതിനു ശേഷം ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ആ വ്യക്തിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു. തങ്ങൾക്ക് യോജിപ്പില്ലായിരുന്നുവെങ്കിൽ അതിനെയൊക്കെ തള്ളിപ്പറയേണ്ട ആൾക്കാർ നിശബ്ദത പാലിച്ചു. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഊഹിക്കാം. അതിലേക്കാണ് ഞാൻ വരുന്നത്. P. ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നുമുള്ള അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്നുമുള്ള ആദ്യത്തെ തിരിച്ചടി എന്ന് പറയുന്നത് പിണറായി വിജയന്റെയും EP ജയരാജന്റെയും ഒരു ഫോട്ടോ വരുന്നു. അമ്പാടി മുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഒരു പേജിൽ
ഒരു ഫോട്ടോ വരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയായി ഞങ്ങൾക്ക് പി ജയരാജനെ വേണം എന്നുള്ള നറേറ്റീവ് അവർ മുന്നോട്ട് വെക്കുന്നു. പി ജയരാജനെ കുറിച്ച് കണ്ണൂരിൽ പാട്ടിറങ്ങുന്നു. അപ്പോൾ പാർട്ടി വളരെ സുശക്തമായി പറയുന്നു വ്യക്തിപൂജ ഞങ്ങൾ അനുവദിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് തള്ളി പറയുന്നിടത്താണ് പി ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂരിലെ അനിഷേധ്യനായ നേതാവ്. ഇന്നും പി ജയരാജനെ പിന്തുണക്കുന്ന പാർട്ടി ഗ്രാമങ്ങൾ നിരവധിയുണ്ട് കണ്ണൂരിൽ, സംശയമില്ല, നമുക്ക് ആ കാര്യത്തിൽ സംശയമില്ല. അപ്പം ആ രീതിയിൽ ഈ പി ജയരാജനെതിരെയൊക്കെ നിലപാടെടുത്ത പാർട്ടി ഈ പറയുന്നത് പോലെ സ്തുതിഗീതം ഇറങ്ങിയിട്ട് പോലും ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അതിനും അപ്പുറത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ PSC വിഷയത്തിൻ്റെ ഞാൻ പറയാം. ഈ PSC വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ അഭിലാഷൊന്ന് മനസ്സിലാക്കണം. ഈ തങ്ങൾ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ നിവൃത്തിയില്ലാതെ മുട്ടിലഴഞ്ഞ് അവിടെ മീൻ വിറ്റൊക്കെ കുട്ടികൾ പ്രതിഷേധിക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് ഇടുക, ഞങ്ങൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ തരാം, നിങ്ങൾ ഇത് കൊണ്ടുപോയി പിന്നെ പോസ്റ്റുകൾക്ക് താഴെ കമന്റായിട്ട് ഇടണം എന്ന് ഇതേ MV ജയരാജന്റെ ശബ്ദരേഖ പുറത്തു വന്നാ. ഒന്നിലധികം കമന്റുകൾ ഒരാൾ ചെയ്യരുത് എന്നൊക്കെയുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിലേക്ക് അതാ പറഞ്ഞേ. അപ്പം ആ എന്നാ പോട്ടെ, ഈ പറയുന്ന പേജുകളും ഗ്രൂപ്പുകളും ഒന്നും CPM-ന് യാതൊരു ബന്ധവും ഇല്ലാത്തതാണെങ്കിൽ ആരോടാണ് നിങ്ങൾ ആഹ്വാനം ചെയ്തത്? ആ ആഹ്വാനം ആരോടായിരുന്നു? മുഖ്യധാരാ മാധ്യമങ്ങളോടാണോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ആണോ? അല്ല, ഇവരുടെ സൈബർ പോരാളികളോടാണ് ആഹ്വാനം ചെയ്തത്. ഞാൻ ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിലൊന്ന് സമൂഹ മാധ്യമം തുറന്നു നോക്കിയപ്പോൾ പോരാളി ഷാജിക്കുള്ളത് 8,25,000 ഫോളോവേഴ്സാണ്. അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിനുള്ളത് 3,04,000 ഫോളോവേഴ്സാണ്. CPIM കേരള എന്ന് പറയുന്ന ഇവരുടെ ഒഫീഷ്യൽ പേജിൽ 7,69,000 ഫോളോവേഴ്സാണ് ഉള്ളത്. ഞാൻ ഈ കണക്ക് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണെന്ന് കാണിക്കാനല്ല. ഇത്രയും വലിയ ഒരു കൂട്ടമായി വളർന്ന ആളുകൾ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല, ഞങ്ങൾക്കതുമായി പുലബന്ധമില്ല, ഇവരെയൊന്നും ഞങ്ങൾക്ക് പരിചയമേ ഇല്ല, ഇതൊക്കെ എപ്പോൾ ഉണ്ടായതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ അരിയാഹാരം തിന്നുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അവിടെയാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ MV ജയരാജൻ ഇപ്പോൾ പറയുന്നത് ഇത്തരം ഗ്രൂപ്പുകളെയൊക്കെ വിലക്കെടുത്തു എന്നുള്ളതാണ്. ഒരു പക്ഷേ നേരത്തെ അവർ അനുകൂലമാകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നിരിക്കാം, ഇപ്പോൾ അത് വിരുദ്ധമാകുന്നു എന്നുള്ള നിരീക്ഷണത്തിലേക്കായിരിക്കാം പോകുന്നത്. ഇപ്പോൾ ഈ അർജുൻ അറിയാമല്ലോ, ഈ സോഷ്യൽ മീഡിയ എന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അങ്ങനെയൊന്നും വിലക്കെടുക്കാൻ പറ്റാത്ത ഒന്നൊന്നുമല്ല. ഇപ്പോൾ അഡ്മിൻ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അഡ്മിന് വീഡിയോസ് എത്ര പേർ കാണുന്നുണ്ട്, അതൊക്കെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരം ഒരുപാട് പിന്തുണയ്ക്കുന്ന അഡ്മിനുകളെ തേടി രാഷ്ട്രീയ പാർട്ടികളുടെ PR ഏജൻസികൾ പോകാറുണ്ട് എന്നുള്ള വസ്തുതയാണ്. അത് ഞാൻ പറയാം. ഈ ഇപ്പോ CPM-ന് ഒപ്പം നിൽക്കുന്ന ആളുകളെ വിശ്വാസമില്ലെങ്കിൽ അവരെ ഒരു ആപത്ഘട്ടം വരുമ്പോൾ തള്ളി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇത് CPM-ന്റെ സ്ഥിരം പരിപാടിയല്ലേ? സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഗ്രൂപ്പും പേജും ആയതുകൊണ്ട് തള്ളി പറയുന്നു. TP ചന്ദ്രശേഖരൻ പരസ്യമായി ഗ്രൗണ്ടിൽ ഇറങ്ങി വിയോജിച്ചപ്പോൾ വെട്ടിക്കൊന്നു. ഇങ്ങനെയല്ലേ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒപ്പം നിൽക്കുന്ന ആളുകൾ തങ്ങൾക്കെതിരായാൽ തള്ളി പറയുക എന്നുള്ളത് അവരുടെ ഒരു രീതിയുടെ ഭാഗമാണ്. പിന്നെ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം വിലക്കെടുത്തു എന്നാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ CPM-ന് അനുകൂലമായിട്ടുള്ള നിരവധി പോസ്റ്റുകൾ പോരാളി ഷാജി ഇട്ടിട്ടുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്തുണയുള്ള അദ്ദേഹം പരസ്യമായി കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാ തുറന്നാൽ പലരും പുറത്തിറങ്ങി നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് നടപടി എടുത്തു പാർട്ടി. അപ്പൊ ഈ നിരന്തരമായി സൈബർ ലോകത്തുള്ള നിരവധി ആളുകൾ ഈ പറയുന്നത് പോലെ ഈ CPM-നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വൈകുന്നേരം പോരാളി ഷാജി ഇട്ടിട്ടുള്ള പോസ്റ്റ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വാഹിദ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട 1-2 പേരുകൾ, മറിയക്കുട്ടി എന്നത്, അവർ എന്ത് രാഷ്ട്രീയത്തിന്റെ പുറത്തും ആയിക്കൊള്ളട്ടെ ഒരു പ്രതിഷേധമുണ്ടാകുന്നു. മറിയക്കുട്ടിയെപ്പോലെ ഒരാൾ ഇടത് സൈബർ ഇടങ്ങളിൽ എത്രയധികം വേട്ടയാടപ്പെട്ടു, അവരുടെ പ്രായത്തെപ്പോലും മാനിക്കാൻ ആ സൈബർ കടന്നലുകൾ തയ്യാറായില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ആ ഘട്ടത്തിലൊന്നും CPIM-ൻ്റെയോ സർക്കാരിൻ്റെയോ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ആരും നിങ്ങൾ ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ തയ്യാറാകരുത്, നമുക്ക് ആശയപരമായ പോരാട്ടമാണ് വേണ്ടത് എന്ന് ആഹ്വാനം ചെയ്ത് കാണുന്നില്ല. ഇവിടെ അർജുൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലല്ലാതെയുമൊക്കെ ഇടതുപക്ഷത്തെയും CPIM-നെയും ന്യായീകരിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പുരോഹിതൻ്റെ വിമർശനം, ഉടനെ ആ പുരോഹിതൻ വിവരദോഷിയാണ് എന്ന് പറയുന്നു. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല.
അപ്പോൾ ആരെ എതിർത്താലും അവിടെ ഈ ജനാധിപത്യവാദം ഉന്നയിക്കുന്നവരുടെ ഭാഷയും രീതിയും ഒക്കെ മാറുന്നു എന്നുള്ളതാണ്. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ആണ് ഇത്തരം തരംതാണ ഭാഷയിലൂടെ പ്രതികരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഈ സർക്കാരിനെ വിമർശിക്കുന്നവരെ തിരിച്ചും വിമർശിക്കാം, പക്ഷേ അതിന് ആ വിമർശനത്തിനൊരു ഭാഷയുണ്ടാകണം, അത് സഭ്യതയ്ക്ക് നിരക്കുന്നതാകണം, അത് ഈ സമൂഹത്തിന് യോജിക്കുന്നതാകണം. ഈ ഉള്ളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇതുവരെയും നല്ലതായിരുന്നവർ, ഇതുവരെയും തങ്ങളോട് ചേർന്ന് നിന്നവർ എന്ന് പ്രതീക്ഷിച്ചവർ പെട്ടെന്ന് ശത്രുക്കളായി മാറുന്നത് എങ്ങനെയാണ് ശ്രീ വാഹിദ്? ഇതുവരെയും പോരാളി ഷാജിക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു പരസ്യമായ ആരോപണം ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ്? ഒന്നാമത്, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇല്ലാത്ത വാചകം എത്ര കണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞു വക്രീകരിക്കാമോ അത്ര കണ്ട് വക്രീകരിച്ചുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് താങ്കളുടെ ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞതിലെ ഇല്ലാത്ത വാചകമൊന്ന് താങ്കൾക്ക് ആവർത്തിക്കാമോ? ഞാനൊന്ന് പറഞ്ഞ്, ഇത്രയും നേരം നീണ്ട ചോദ്യമായിരുന്നു താങ്കളുടേത്, ഞാനത് മുഴുവൻ കേട്ടിരുന്നു. ഇത്രയും ആളുകൾ ഇരുന്നിട്ട് പച്ചക്കള്ളം പറയുമ്പോൾ അതും കേട്ടിരുന്നു. അപ്പൊ കുറച്ചു നേരമെങ്കിലും പറയാനുള്ള അവസരം തരണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. ഈ 3-4 പേരിരുന്നു കൊണ്ട് പറഞ്ഞ ഈ പ്രചരണം ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം ഉണ്ടാക്കുക, ഇടതുപക്ഷ വിരോധം ഉണ്ടാക്കുക, മാനവിക വിരോധം ഉണ്ടാക്കുക എന്നുള്ള അജണ്ടയിൽ RSS പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തിയിൽ പലതരം ടൂളുകളുണ്ട്. അതിലൊരു ടൂളാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ, പൊതുമാധ്യമങ്ങളെ വിലക്കെടുക്കുക. അതവർ വിജയിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് നവമാധ്യമങ്ങളിലെ വിലക്കെടുക്കൽ. ഈ നവമാധ്യമങ്ങളെ വിലക്കെടുക്കുക എന്ന് പറയുന്നത് അതിപ്പോ അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. ഇന്ന് അവരുടെ പ്രധാനമന്ത്രി മുതലുള്ളവരുടെ പ്രൊഫൈലുകളിൽ ഉണ്ടായിരുന്ന ലൈക്കുകളുടെ എണ്ണം തെരഞ്ഞു പോയപ്പോൾ നമുക്ക് മനസ്സിലായതാണ് മുഴുവൻ വ്യാജമായിരുന്നു എന്നുള്ളത്. എന്തോ ആയിരിക്കട്ടെ, ഇപ്പൊ നമ്മുടെ മുമ്പിൽ നേരത്തെ സഖാവ് MP ജയരാജൻ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് CPIM-ഓ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പറയാത്ത അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമായി വക്രീകരിച്ച് വ്യാപകമായി പ്രചാരണം നടത്തി. ഇല്ലാത്ത കാര്യങ്ങൾ ഒരു നിലയിലും ഇത്തരത്തിലുള്ള, നോക്കൂ, താങ്കൾ നേരത്തെ ചോദിച്ചില്ല മറിയക്കുട്ടിയുടെ കാര്യത്തിൽ. മറിയക്കുട്ടി എന്നല്ല, കേരളത്തിലെ ഒരു മനുഷ്യനും തന്റെ അവകാശമാണ് പെൻഷൻ എന്ന് തോന്നിക്കുന്ന രൂപത്തിലേക്ക് മലയാളിയെ വളർത്തിയത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും ഒരു മനുഷ്യരുന്നോ ഈ രാജ്യത്ത് ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിക്ക രീതിയിൽ ശ്രീ വാഹിദ് അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹത്തിന് സമയം ലഭിച്ചില്ല. എന്നിട്ട് നിങ്ങൾ പെൻഷൻ നടപ്പിലാക്കുന്നോ? ഇദ്ദേഹം നോക്കൂ, ഇദ്ദേഹം ഏതൊരു സമയത്തല്ലേ പറയുന്നത്. അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ പമ്പര പോരാളി ഷാജിമാർ നിങ്ങളെപ്പോലുള്ളവരാണെന്നേ പോരാളി ഷാജിമാർ ഞാൻ കേട്ടിരുന്നില്ല. ശ്രീ വസന്ത്, നമുക്ക് സമയം അവസാനിക്കുകയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം പറയട്ടെ. ശ്രീ വസന്ത് ദയവായി. ശരി ശരി ശരി, അദ്ദേഹം പറയട്ടെ. പെൻഷൻ കൊടുത്ത തെറി വിളിക്കാന്നാണോ? അല്ല അഭിലാഷേ, ആയിരിക്കാം. RSSകാരന്റെ ഒരു ട്രെയിനിങ്ങിലാണ്, അതിന്റെ ഭാഗമായിട്ടാകാം. കോൺഗ്രസ്സുകാരനല്ല, സ്വാഭാവികം. ശരി ശരി ശരി, ഞാൻ അന്ന് പറഞ്ഞത് അവസരം താങ്കൾ പറഞ്ഞാൽ ഞാൻ ദയവായി ശ്രീ വസന്ത് ദയവായി വാഹിദ് സംസാരിക്കട്ടെ. ദയവായി രണ്ട് ചോദ്യം. അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോകുന്നെങ്ങനെയാ? വാഹിദ് രണ്ട് ചോദ്യം. നിങ്ങൾ ഇങ്ങനെ ക്യാൻസലേ പാർട്ടി ക്ലാസ് ഇദ്ദേഹം രണ്ട് ചോദ്യം. ഇദ്ദേഹത്തിന് ഇങ്ങനെ ആരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ. ശ്രീ വസന്ത് നമുക്ക് വ്യക്തിപരമായി പോകേണ്ടതില്ല. ശ്രീ വസന്ത് അല്ല, വാഹിദ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. DCC ഓഫീസില് തല്ലുകൂടുന്നുണ്ട്, പരസ്പരം തല്ലുകൂടുന്നുണ്ട്. ആ തല്ല് പോയി തീർക്ക്. തൽക്കാലം ഞാൻ ഇവിടെ ആങ്കർ ചോദിച്ചതിന് മറുപടി പറയാം. ശരി ശരി, ഇവിടെ DCC ഓഫീസ് എന്റെ വീട് തൊട്ടടുത്ത, അവിടെ അടി നടക്കുന്നുണ്ട്, അവിടെ പോയി നിൽക്ക്. ശ്രീ വസന്ത് ദയവായി അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. ശ്രീ വസന്ത് ഞാൻ പറയാം, കേരളത്തിൽ രണ്ടിടത്ത് മാത്രമേ തോറ്റിട്ടുള്ളൂ. അപമാനിച്ചതിനെതിരായിട്ടുള്ള ക്യാപ്സൂളാണ് അയാൾ ഇറക്കി വിടുന്നത്. എങ്ങനെ കേട്ടിരിക്കാൻ പറ്റും? എനിക്കും അഭിലാഷനും ഒക്കെ വീട്ടിൽ വല്യമ്മമാരുള്ളതല്ലേ?
90 വയസ്സായ ഒരു സ്ത്രീയെ അപമാനിച്ചതിനെതിരായിട്ടുള്ള ക്യാപ്സ്യൂളാണ് ഇറക്കി അല്ല അതിൽ എന്താണ് എന്നുള്ളത് പറഞ്ഞു വരട്ടെ. അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ശ്രീ വസന്ത്. അല്ലല്ല അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. അല്ല ശ്രീ വാഹിദ് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ശ്രീ വാഹിദ് പറയൂ. അല്ലല്ല ശ്രീ വാഹിദ്, താങ്കൾ അതായത് ഏത് തരത്തിലാണ് ഇവിടെ തെറ്റായ പ്രചാരണം നടക്കുന്നത് എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. അത് പൂർത്തീകരിക്കും. അതൊക്കെ മാറ്റി വെച്ചേക്ക്. താങ്കളുടെ ഇത്ര വൈകാരികത, എന്ത് വൈകാരികത? നിങ്ങൾ ഇത്തരം വ്യാജങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, കള്ളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ദയവായി താങ്കൾ പറഞ്ഞത് പൂർത്തീകരിക്കും. നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ടാണ് ധാർഷ്ട്യം കാണിക്കേണ്ടതില്ല. ദയവായി പൂർത്തീകരിക്കും. ഞാനിപ്പോ തൽക്കാലം അദ്ദേഹത്തെ ചോദ്യം അതാണ് താങ്കൾ പറഞ്ഞത് പൂർത്തീകരിക്കും. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് നേരെ നടക്കുന്ന ആക്രമണം എന്ന് പറയൂ. അല്ലല്ല ശ്രീ വസന്ത് അങ്ങനെയല്ലല്ലോ. അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം പറയാനുള്ളത് പറയട്ടെ. അല്ലല്ല അവിടെ ശ്രീ വസന്തിന് സമയം ലഭിച്ചിരുന്നു. അദ്ദേഹം ഒരു പ്രവാസി കൂടിയാണ്. അദ്ദേഹം പ്രവാസി എന്ന നിലയിൽ മറ്റൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് അവസാനം പറയാനുള്ള സമയം അനുവദിച്ചേ പറ്റൂ. വസന്ത് ദയവായി നിശബ്ദനാകും. അഭിലാഷ് ഒരു 10 സെക്കൻഡ്. എന്റെ അഭിലാഷിന്റെ വീട്ടിൽ 80-90 വയസ്സുള്ള സ്ത്രീകളുണ്ട്. അവരെ അപമാനിച്ചിട്ട്, അവരെ അസഭ്യം പറഞ്ഞിട്ട്, പുലഭ്യം പറഞ്ഞിട്ട്, തെറി പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്ന ക്യാപ്സ്യൂളാണ് ഇപ്പൊ അയാൾ ഇറക്കി വിട്ടത്. അത് ശരി എന്നെ കിട്ടില്ല. ശ്രീ വാഹിദ് പറയൂ. അദ്ദേഹത്തിന്റെ പുലഭ്യത്തിനൊന്നും ഞാൻ തൽക്കാലം മറുപടി പറയുന്നില്ല. പറഞ്ഞോളൂ. താങ്കളുടെ നിലവാരത്തിൽ തള്ളിക്കളയുന്നു. മറുപടി പറയണ്ട. ഒണ്ടേ പറ, അല്ലാതെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. സത്യത്തിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി നടക്കുന്നുണ്ട്. അതിപ്പം പൊതുമാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഓൾ പെയ്ഡ്. ഞാൻ അതിനൊക്കെ തന്നെ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോ നമ്മൾ പറയാറില്ല ഒരു സത്യാനന്തര കാലഘട്ടമാണെന്നുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സത്യം എന്നുള്ളത് വലിയ രീതിയിൽ തിരസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പൊതുമാധ്യമങ്ങളെ, നവമാധ്യമങ്ങളെ ഒക്കെ തന്നെ ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ അതിനുവേണ്ടി എല്ലാ ഐക്കണുകളും ഉണ്ടാക്കാം. പലതരം ഐക്കണുകൾ. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ആത്മാഭിമാനമായി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഒരാളും ചോദിക്കാത്തൊരു ചോദ്യം 84 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ചോദിക്കാനുള്ള ആത്മാഭിമാനം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, പക്ഷേ അവിടെയാണല്ലോ ശ്രീ വാഹിദ് താങ്കൾ ഈ ടെലിവിഷൻ ചർച്ചകളൊക്കെ നിരീക്ഷിക്കുന്നതല്ലേ? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അടക്കം CPIM-ന്റെ നേതാക്കൾ നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട്. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ എത്തരത്തിലാണ് മറിയക്കുട്ടി എന്ന സ്ത്രീ ആക്രമിക്കപ്പെട്ടത് എന്നത് തന്നെയാണ് ചോദ്യം. അപ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ മേന്മയായൊന്നും വിലയിരുത്തുന്നതിനോട് യോജിക്കാനാവില്ല. ഇടതുപക്ഷത്തിൽ അങ്ങനെയെങ്കിൽ ആ ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നൊരു നേതാവ് ആർജവത്തോടെ പറയണമായിരുന്നു ശ്രീ വാഹിദ്. അല്ല, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. CPIM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇത്തരത്തിൽ വ്യക്തികളെ തേജോവധം ചെയ്യുന്ന ഒരു പ്രൊഫൈലിനെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. CPIM-ന്റെ ഔദ്യോഗികമായ പേജ് ഉണ്ട്. CPIM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ഒപ്പം നിൽക്കുന്ന സംഘടനകളോ അവരുടെ ഔദ്യോഗികമായി പറയാത്തതിനെല്ലാം നമ്മൾ വഴി, അത് ഞാൻ പറഞ്ഞത്, അത് ഇത്തരം വിലക്കെടുക്കപ്പെട്ട ഒരുപാട് നാവുകളുണ്ട്. അത്തരം നാവുകൾ അത് നേരത്തെ ഈ പറഞ്ഞ പണിക്കർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റൊരു ചങ്ങാതി ഇപ്പൊ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത് ഇത്തരം ആളുകളൊക്കെ തന്നെ അവരുടെ മുഖം മറച്ചു, RSS എന്നുള്ള ഭീകരമുഖം മറച്ചു വെച്ച് മനുഷ്യമുഖം തേടുകയാണ്. അങ്ങനെ അവർക്ക് ആളുകളുടെ ഇടയിലേക്ക് എത്താൻ കഴിയൂ. RSS എന്ന് പറയുന്ന ഒരു വലിയ വിരൂപമുഖം കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അത്തരം മുഖങ്ങൾ വരും. അവിടെ പലപ്പോഴും ചെങ്കൊടിയും മറ്റുള്ള ഐക്കണുകളും ഉപയോഗിച്ച് വരെ ഇത്തരം വ്യാജ പ്രചാരകർ വരും. ആ വ്യാജ പ്രചാരണങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ വ്യാജപ്രചാരണങ്ങളിൽ പെട്ടുപോകരുത്. ഞാൻ അതാണ്, അതായത് താങ്കൾ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു പോരാളി ഷാജിമാരൊന്നും ഇടതുപക്ഷവുമായി ബന്ധമുള്ളവരല്ല. തീർത്തും തള്ളി പറയുകയാണോ? പോരാളി ഷാജിയെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തള്ളി പറയുന്നു, ഔദ്യോഗികമായിട്ടല്ലേ? ആണല്ലോ. അല്ല, ഔദ്യോഗികമായി അദ്ദേഹത്തിന് പറയാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ലാതെ MV ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇടത് അനുഭാവികളും ഇടത് അണികളും ഒന്നും അതായത് പോരാളി ഷാജിമാരെ പോലെയുള്ളവരെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണല്ലോ അവസാനിപ്പിക്കേണ്ടതല്ലേ ശ്രീ വാഹിദ്?
തീർച്ചയായിട്ടും ഒരിക്കലും ഇത്തരം വ്യാജ പ്രചാരണങ്ങളോ മനുഷ്യന്മാർക്കെതിരെ ഏതൊരു വ്യക്തിക്കെതിരെയും തേജോവധം ചെയ്യുന്നവരെ ഇടതുപക്ഷം എന്നല്ല, ഇടതുപക്ഷത്തോട് ഒരു മനുഷ്യനും, കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മാനവികതയാണ്. മറ്റൊരു വലിയ വലതുപക്ഷ തീവ്രപക്ഷം, തീവ്ര വലതുപക്ഷമായ RSSോ മൃദു വലതുപക്ഷമായ കോൺഗ്രസോ, ഇത് രണ്ടും മാനവിക വിരുദ്ധമായ ചേരിയാണെന്നും മനുഷ്യത്വ ചേരിയിലുള്ളവർക്ക് ഒരിക്കലും മനുഷ്യനെ തേജോവധം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു പോരാളി ഷാജിയും അല്ലെങ്കിൽ എത്തരം വക്രീകരിക്കപ്പെട്ട ഇത്തരം ആളുകൾക്കെതിരെ തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഈ പാനലിന്റെ ഒരു സ്വഭാവത്തിൽ 3 അതിഥികൾക്ക് ഏതാണ്ട് സമാന സ്വഭാവമായിരുന്നു. അതിന് താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയം ലഭിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് മറ്റ് അതിഥികളിലേക്ക് ഇനി പോകാൻ പറ്റുന്നില്ല, സമയം ഏറെ അതിക്രമിച്ചു. അതുകൊണ്ടാണ് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തവർക്ക്. എന്തായാലും സൈബർ പോരാളികൾക്കെതിരായ MV ജയരാജന്റെ വിമർശനം ശരിയോ എന്നതായിരുന്നു ഞങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ചോദിച്ച ചോദ്യം. അതിന് യെസ് എന്ന് മറുപടി നൽകിയത് 68% പേരാണ്, നോ എന്നത് 27%, 5% ആളുകൾ നിഷ്പക്ഷമായി നിലപാട് എടുത്തു. സൈബർ പോരാളികൾക്കെതിരായ വിമർശനത്തെ ശരിവെക്കുന്നവർ തന്നെയാണ് ഭൂരിപക്ഷവും. വളരെ നന്ദി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.